ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ സമയം വാഴ്ത്തപ്പെടുമാറാക്കട്ടെ. ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി വചനവുമായി നമുക്കായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ, ഇത്രത്തോളം ദൈവം നമ്മളെ കരുതിയ നല്ല കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്ത അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത്? പ്രാർത്ഥിക്കേണ്ട അനേക വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ആ വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങൾ ഇന്നായിരിക്കുന്നത്? യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവന് പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഇവിടെ തിരുവചനം നമ്മളെ പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അനേക വിഷയങ്ങളൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ച് ചില വിഷയങ്ങളൊക്കെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിൻ്റെ നടുവിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ അതിനൊക്കെയും ചില കാരണങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കാം. ഇവിടെ തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ രോഗശാന്തി ആവശ്യമായിട്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചില കടബാധ്യതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചെന്നിരിക്കാം, വലിയ വലിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞു. എന്നാൽ ചിലപ്പോൾ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി ചിലപ്പോൾ നിന്നിരിക്കാം. ചിലപ്പോൾ ആ നമ്മൾ ചെറുതെന്ന് വിചാരിച്ച് നമ്മൾ അലക്ഷ്യമാക്കി കളഞ്ഞ ചില പാപങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് ചിലപ്പോൾ തടസ്സമായി നിന്നിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ തിരുവചനം പറയുന്നത്, നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധരായി നിന്നുകൊണ്ട്, നീതിമാന്മാരായി നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മൾ എന്ത് കാര്യം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ അതിൻ്റെ ഒക്കെയും ഫലം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അല്ലെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നടുവിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ചിലപ്പോൾ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് അത് കിട്ടുവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഒരു വലിയൊരു ഹയർ സ്റ്റഡിയിലേക്ക് എനിക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചെന്നിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു തരത്തിലേക്ക് എനിക്ക് ജോലി ലഭിക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധ്യതയില്ല എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചെന്നിരിക്കാം. എന്നാൽ തിരുവചനം പറയുന്നു, നമ്മൾ നീതിയോടും കൂടെ, അല്ലെങ്കിൽ നീതിമാന്മാരായി നിന്നുകൊണ്ട്, വിശുദ്ധന്മാരായി നിന്നുകൊണ്ട്, പാപത്തെ ഏറ്റുപറഞ്ഞ ഒരു ദൈവ പൈതലായി നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ അത്ഭുതം നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നടുവിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വെറുതെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയൊന്നും തരത്തില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില ഉടമ്പടികളുണ്ട്. ദൈവവുമായിട്ടുള്ള ചില ഉടമ്പടികളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ജീവിതത്തിൽ ദൈവം മറുപടി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നീതിയോടും കൂടി ആയിരിക്കുന്നുവോ, വിശുദ്ധരായി ജീവിക്കുന്നുവോ, ദൈവ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ മേലുണ്ടോ, അതുമാത്രമല്ല ദൈവവചനങ്ങളെ പ്രമാണിച്ചാണോ ഞാൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, അതിശയങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നീതിമാന്മാരായി നടന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജനമായി മാറി ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ അതിശയ കരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അസാധ്യമെന്ന് തോന്നിയ ചില ഇടങ്ങളിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നടുവിലൊക്കെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.